ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ത്രീ ഉൾപ്പെടെ 3 പേർ ഇടുക്കി കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ പിടിയിലായി. 35 കിലോ കഞ്ചാവും ആഡംബര കാറും ഉൾപ്പെടെ നിരവധി സാധന സാമഗ്രികൾ പോലീസ് പിടിച്ചെടുത്തു. തമിഴ്നാട് കേരള അതിർത്തിയായ കുമളിക്ക് സമീപം തേനി ജില്ലയിലെ ലോവർ ക്യാമ്പ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. കഞ്ചാവ് കടത്തുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കുമളി ലോവർ ക്യാമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ സൂര്യ തിലങ്കറാണിയുടെ നേതൃത്വത്തിൽ പോലീസ് വാഹന പരിശോധന നടത്തിവരികയായിരുന്നു. കമ്പം കുമളി മെയിൻ റോഡിലൂടെ എത്തിയ ഒരു ആഡംബര കാർ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് പോലീസ് വാഹന പരിശോധന നടത്തി. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് കാറിലുണ്ടായിരുന്നവർ മറുപടി നൽകിയത് പരസ്പര വിരുദ്ധമായിട്ടാണ്. ഇതോടെ പോലീസ് വിശദമായ പരിശോധന നടത്തി. 35 കിലോ കഞ്ചാവാണ് പോലീസ് കണ്ടെടുത്തത്. മധുരൈ കാമരാജർപുരം സ്വദേശികളായ മുനിയസ്വാമി, ബാലസുബ്രഹ്മണ്യൻ, സെൽവി എന്നിവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നതിനിടയിലാണ് ഇവർക്ക് പിടിവീണത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ആഡംബര കാർ, 4 മൊബൈൽ ഫോണുകൾ, 1,18,000 രൂപ എന്നിവയും പോലീസ് കണ്ടെടുത്തു. പ്രതികളെ കുമളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവ് കടത്തൽ തടയാൻ പോലീസ് ശക്തമായ പരിശോധന തുടരുന്നുവെങ്കിലും അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് കടത്തു ശ്രമങ്ങൾ തുടരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.